ഔലിയാക്കളിൽ സുൽത്താനായ മഹാനായ ഇമാം ഖുശൈരി റളിയല്ലാഹു അൻഹു എന്താ പറയുന്നത്? വമാ കാന അല്ലാഹു ലിയുഅദ്ദിബ അസ്ലാഫഹും വഅൻത ഫീ അസ്ലാബിഹിം. നബിയേ, ഏതൊരു നബിയുടെ മുതുകിൽ അങ്ങുണ്ടായിരുന്നോ അന്ന് പോലും ആ നബിയുടെ ജനതയെ അല്ലാഹു അദാബാക്കിയിട്ടില്ല. ഇപ്പോൾ മാത്രമല്ല, മുഹമ്മദ് മുസ്തഫ തങ്ങൾ ഭൂമിയിലുണ്ടെങ്കിൽ ഭൂമി കുലുക്കുണ്ടാവില്ല. പുണ്യ മുഹമ്മദ് മുസ്തഫ ഭൂമിയിലുണ്ടെങ്കിൽ ഭൂമി കുലുക്കമുണ്ടാവില്ല. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭൂമിയിലുണ്ടെങ്കിൽ കൊടുങ്കാറ്റുണ്ടാവില്ല. മുസ്തഫ നബി ഭൂമിയിൽ ഉണ്ടെങ്കിൽ ഒരിക്കലും ഒരു അദാബ്, ഒരു പ്രയാസകരമായ ഒരു അദാബ് ഭൂമിയിൽ ഉണ്ടാവുകയില്ല. ഒന്നുണ്ടാവില്ല. എന്ന് മാത്രമല്ല, വമാ കാന അല്ലാഹു ലിയുഅദ്ദിബ അസ്ലാഫഹും വഅൻത ഫീ അസ്ലാബിഹിം. ഏതെങ്കിലും ഒരു നബിയുടെ മുതുകിൽ അങ്ങ് ഉണ്ടായിരിക്കവേ ആ നബിയുടെ ജനതയെ അല്ലാഹു അദാബാക്കിയിട്ടില്ല. എന്തുകൊണ്ട്? വലൈസ യുഅദ്ദിബുഹുൽ യൗം, ഇന്ന് അല്ലാഹു ഭൂമിയിലുള്ള ജനങ്ങളെ അദാബാക്കുകയില്ല. വഅൻത ഫീമാ ബൈനഹും, അങ്ങ് ഈ ഭൂമിക്ക് മുകളിൽ ഉണ്ടായതുകൊണ്ട് ഇജ്ലാലല്ലക, അങ്ങയോടുള്ള മഹത്വപ്പെടുത്തൽ. ആരോട്? മുഹമ്മദ് മുസ്തഫ. വ ഇജ്ലാലൽ ഖദ്രിക, അങ്ങയുടെ ഖദറിനോടുള്ള ഇജ്ലാലാണത്. വ ഇക്റാമൻ ലിമഹല്ലിക, അങ്ങയുടെ സ്ഥാനത്തോടുള്ള ബഹുമാനമാണത്. അവർക്കിടയിൽ നിന്ന് അങ്ങ് പുറപ്പെട്ട് ഭൂമിയുടെ പുറത്തേക്ക് പോയാൽ, താഴേക്ക് പോയാൽ, അല്ലാഹു ഒരു ജനതയെ അദാബാക്കുകയില്ല. വഫീഹിം ഖദമുക്, അങ്ങയിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട ഒരു ജനത ആ പ്രദേശത്തുണ്ടെങ്കിൽ. നിങ്ങൾ വളരെ ചിന്തിക്കണം. ലോക ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഭൂമി കുലുക്കവും പ്രളയവും കുറഞ്ഞ നാട് മലബാറാണ്. എന്തുകൊണ്ട്? പുണ്യ മുഹമ്മദ് മുസ്തഫ. അതാണ് രണ്ടാമത്തെ വാക്കിന്റെ അർത്ഥം. വമാ കാന അല്ലാഹു മുഅദ്ദിബുഹും വഹും അസ്തഗ്ഫിറൂൻ. പുണ്യ മുഹമ്മദ് മുസ്തഫ. എന്തുകൊണ്ട്? ഹബീബായ റസൂലുള്ളാഹ് വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, സകല ജനതക്കും റഹ്മത്താണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാവർക്കും, ഏത് ജനതക്കും ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹുവിനുള്ള ഒരു താല്പര്യം നിങ്ങൾ ചിന്തിക്കണം. എന്ന് മാത്രമല്ല, ഇനി വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ എന്ന ആയത്തിന് മഹത്തുക്കൾ നൽകുന്ന ഒരു വ്യാഖ്യാനം കേട്ടുള്ളൂ. വഅമ്മാ മൻ അസ്ലമ, നിങ്ങളുടെ കാലത്ത് മുസ്ലിമായാൽ ഫബിക യൻജൂൻ, അങ്ങേ കൊണ്ടവർ രക്ഷപ്പെടും. ആര്? മുസ്ലിമീങ്ങൾ. വഅമ്മാ മൻ കഫറ, അങ്ങയുടെ കാലത്ത് ഒരാൾ കാഫിറായാലോ ഫലാ യുഅദിബുഹും മാ ദുംത ഫീഹിം, അവരുടെ ഇടയിൽ ഉണ്ടായിരിക്കവേ ഒരു പ്രകൃതിക്ഷോഭവും ഉണ്ടാവുകയില്ല ഒരിക്കലും. എന്തുകൊണ്ട്? ഫഅൻത റഹ്മത്തും മിന്നാ ലിൽ മുഅ്മിനി വൽ കാഫിരി വൽ മുതീഇ വൽ ആസി വൽ ഖലായിക് അജ്മഈൻ. ഒരിക്കൽ പുണ്യ റസൂൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ചോദിച്ചു, ജിബ്രീലേ, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, എല്ലാവർക്കും ഞാൻ റഹ്മത്താണ് എന്ന് പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ഹൽ വജദത മിൻ റഹ്മത്തി ശൈഅൻ, അല്ലാഹു എനിക്ക് തന്ന റഹ്മത്തിൽ നിന്ന് നിങ്ങൾക്ക് വല്ലതും കിട്ടിയിട്ടുണ്ടോ? ഫഖാൽ, നിങ്ങൾ എൻ്റെ കൂടെ അല്ലേ? ഈ സംഭവം ഇമാം ഖാദി ഇയാദ് റളിയല്ലാഹു അൻഹു ശിഫായിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വേറെയും ഒരുപാട് തഫ്സീറിൽ ഞാൻ കണ്ടിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം ഉദ്ധരിച്ചേ ഉള്ളൂ. ബഹുമാനപ്പെട്ട ഖാദി ഇയാദ് റളിയല്ലാഹു അൻഹുവിന്റെ ശിഫായിൽ വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ എന്ന ആയത്തിനെ വ്യാഖ്യാനിച്ച് മഹാനായ ഇമാം ഖാദി ഇയാദ് തങ്ങൾ ഇത് പറയുന്നുണ്ട്. ഒരിക്കൽ പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ചോദിക്കുകയാണ്, ജിബ്രീലേ, ഹൽ വജദത മിൻ റഹ്മത്തി ശൈഅൻ വഖാല ഫീ ഹഖി, എൻ്റെ കാര്യത്തിൽ അല്ലാഹു പറഞ്ഞത് വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ എന്ന. അപ്പോൾ ആ പരിധിയിൽ നിങ്ങൾ വരുമല്ലോ, എന്റെ റഹ്മത്തിൽ നിന്ന് എന്തെങ്കിലും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? ഫഖാല നഅം ഫഖാല ജിബ്രീൽ ഫഖാല ജിബ്രീൽ. അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, നഅം, അതെ, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ എന്നതിൽ ഞാനും വന്നിട്ടുണ്ട്, എനിക്കും അങ്ങയുടെ റഹ്മത്ത് കിട്ടിയിട്ടുണ്ട്. ഫമാദ, എന്റെ റഹ്മത്ത് എന്താ നിങ്ങൾക്ക് കിട്ടിയത്? അപ്പോൾ പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്ലീസിനെ അദാബാക്കിയത് മുതൽ ഞാൻ വലിയ പേടിക്കാരനായിരുന്നു. അൻ ആഖിബതി, വലിയ ആളായി ആകാശത്ത് നടന്നവനാണ് ആര്?
ഇബ്ലീസ്. ഈ ഇബ്ലീസിനെ അവസാനം ആഖിബത്ത് അല്ലാഹു നാശമാക്കിയപ്പോൾ എനിക്കൊരു പേടിയായി. ഈ പേടി ലക്ഷക്കണക്കായ വർഷം എന്നിലുണ്ടായി. വല്ലാത്ത പേടിയായി. പടച്ചോനെ, അള്ളാഹുവിനെ അദാബാക്കുമോ, എൻ്റെ ആഖിബത്ത് അള്ളാഹു നാശാക്കുമോ. അപ്പോഴാണ് അങ്ങേക്ക് അള്ളാഹു തആല സന്ദേശം നൽകിയത്. ആ സന്ദേശം ഞാനാണല്ലോ എത്തിച്ചെന്നത്. അതുമുതൽ എനിക്കിപ്പോൾ പേടിയില്ല. അങ്ങയുടെ റഹ്മത്ത് എനിക്ക് കിട്ടി. അങ്ങ് വന്നിട്ടില്ലായിരുന്നുവെങ്കിൽ അന്ത്യനാൾ വരെ ഞാൻ പേടിക്കാറില്ല. ഇപ്പോൾ എനിക്ക് പേടിയില്ല. ഏതാ ആയത്ത്? ഇന്നഹു ലഖൗലു റസൂലിൻ കരീം ذي قوة عند ذي العرش مكين مطاع ثم أمين. എക്കാലത്തും എനിക്ക് അമീനാണ്. ആര്? ഞാൻ ഈ വചനങ്ങൾ കൊടുത്തേക്കുന്ന സയ്യിദുനാ ജിബ്രീൽ. എന്നെ പ്രശംസിച്ചുകൊണ്ട് അല്ലാഹു തആല അങ്ങേക്ക് വചനം ഇറക്കിയപ്പോൾ മാത്രമാണ് എനിക്ക് പേടി പോയത്. ഇപ്പോൾ എനിക്ക് പേടിയില്ല. അങ്ങേക്ക് പരിശുദ്ധമായ ഈ വചനം ഇറങ്ങുന്നത് വരെ ഞാൻ വലിയ പേടിക്കാരനായിരുന്നു. ആര് പറഞ്ഞു? സയ്യിദുനാ ജിബ്രീൽ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റഹ്മത്ത് എത്താത്ത ഒരാളും ഇല്ല. അള്ളാഹുവിന് പുണ്യ റസൂലിനോടുള്ള താല്പര്യം മുഹമ്മദ് മുസ്തഫ. ഇനി അവിടുത്തെ നാമത്തിന്റെ പ്രത്യേകത തന്നെ നിങ്ങൾ നോക്കൂ. അല്ലാഹു തആല ഓരോ നബിമാർക്കും നാമം നിശ്ചയിച്ചത് റബ്ബാണ്. സയ്യിദുനാ ആദം, സയ്യിദുനാ ആദം. എന്താ ആദമിന്റെ പേര്? ആദം എന്നാൽ ചുവന്ന മണ്ണിന്റെ പുത്രൻ. ഇബ്നു തുറാബിൽ അഹ്മർ. ആര്? സയ്യിദുനാ ആദം. എന്താ ആദമിന്റെ അർത്ഥം? ആദം ചുവന്ന മണ്ണിന്റെ പുത്രൻ. എന്താ മൂസ? മൂസ എന്നാൽ വെള്ളത്തിൽ നിന്ന് കണ്ടുകിട്ടിയവൻ. വെള്ളത്തിൽ നിന്ന് കണ്ടുകിട്ടിയവൻ. ആര്? സയ്യിദുനാ മൂസ. എന്താണ് ഇബ്രാഹിം? ഇബ്രാഹിം എന്നാൽ ജനതയുടെ പിതാവ്. യാക്കൂബ് എന്താ അർത്ഥം? പകരക്കാരൻ. നബിയുടെ ആ പേരിനും അള്ളാഹു നിശ്ചയിച്ച പേരിന്റെ ഒരു മാന മനസ്സിലാക്കി. എന്നാ മുഹമ്മദ് മുസ്തഫ. എങ്ങനെ മുഹമ്മദ് എന്ന പേര് കിട്ടും എന്ന് പോലും നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. എന്തുകൊണ്ട്? അൽഹംദുലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ നബിമാർക്കും അറിയിച്ചു കൊടുത്ത വാക്കാണ് എന്ത്? അൽഹംദുലില്ലാഹ്, ഹംദ് എനിക്കാണ്. ആ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായ നബിക്ക് ഒരു പേര് കൊടുത്തു. എന്താ പേരിന്റെ അർത്ഥം? മുഹമ്മദ്. എല്ലാ ഹംദും എനിക്കാണ്, എന്നാൽ എന്നിൽ നിന്ന് ഹംദ് ചെയ്യാൻ അനുവാദം നൽകപ്പെട്ടവൻ മുഹമ്മദ്. മുഹമ്മദ്. ഇഷ്ടം ആരുടെ ഇഷ്ടം? അള്ളാഹുവിന്റെ. ആരോടുള്ള? പുണ്യ റസൂലിനോട്. ഖുർആനിലെ ഓരോ ആയത്തും മദ്ഹുൽ മുസ്തഫയാ, പുണ്യ മുഹമ്മദ് മുസ്തഫ. എല്ലാ ആയത്തും ഹബീബായ. നേരത്തെ പറഞ്ഞിരുന്നു പരിശുദ്ധ ഫാത്തിഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹാണെന്ന് ഒരിക്കൽ ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ചില ആളുകൾ വല്ലാതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. അപ്പോൾ ഞാൻ പ്രസംഗം നടത്തി. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവാം. അതിന് ഇനിയും ഫറഉണ്ട്, ബാക്കിയുണ്ട്, പിന്നീട് പറയാൻ കഴിഞ്ഞിട്ടില്ല. പരിശുദ്ധ ഫാത്തിഹ മദ്ഹുൽ മുസ്തഫ. ആ പ്രഭാഷണം നടത്തുന്നത് മലപ്പുറം ജില്ലയിൽ നടത്തിയ മദീന പാഷനിലാണ്. ഒരു 2-3 കൊല്ലം മുമ്പായിരിക്കും എന്നാണ് എനിക്ക് ഓർമ്മ. അപ്പോൾ ഒരു ഇജ്തിമാഉൽ ജൂഷിൽ അദാ, ശത്രുക്കൾ മുഴുവൻ ഒരു കൺസൾട്ടേഷൻ. എല്ലാവരും എൻ്റെ മേലങ്ങോട്ട് വന്നു. എന്താ ഇയാളീ പറയുന്നത്? ഇപ്പോൾ ഫാത്തിഹ മൗലൂദാണത്രേ എന്നാണ് ഇയാളുടെ കണ്ടെത്തൽ. അതിനൊരു മറുപടി പറഞ്ഞു. ഇന്ന് വരെ ഒരു വാക്കൊരു മിണ്ടിയിട്ടില്ല, മിണ്ടൂല്ല. മിണ്ടിയ അവനെ ഞാൻ ചെറുതാക്കും, പിന്നെ അവൻ വലിയതാവില്ല, മിണ്ടൂല്ല. ഇപ്പോൾ ഞാൻ പറയുന്നു ഓരോ ആയത്തും മദ്ഹുൽ മുസ്തഫ. എല്ലാ ആയത്തും മദ്ഹുൽ മുസ്തഫ. 6000 ചില്ലാൻ ആയത്തും മദ്ഹുൽ മുസ്തഫ. ഫദുൽ അർശി മഹ്മൂദുൻ വഹാദാ മുഹമ്മദു. ആരാ പാടിയത്? ഹസ്സാൻ. എവിടെയാണ് അപ്പോൾ ഹസ്സാൻ മിമ്പറിന്റെ മുകളിൽ? പുണ്യ നബിയോ? പുണ്യ മുഹമ്മദ് മുസ്തഫ. അത് ഹസ്സാൻ പാടിയതല്ലേ? അതേ പുണ്യ റസൂൽ മുന്നിലുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തെങ്കിലും മോശം പറഞ്ഞാൽ ഹബീബ് തിരുത്തും. മദീന പള്ളിയിലുണ്ട് സയ്യിദ്നാ മുഹമ്മദ് മുസ്തഫ. പാട്ട് പാടി സയ്യിദ്നാ ഹസ്സാൻ എന്ന പാട്ട്. فشقاله من اسمه ليجله فذو العرش محمود وهذا محمد. فشقاله الله من اسمه, തന്റെ ഇസ്മ തന്നെ പൊട്ടിച്ചു കൊടുത്തു. ലഹു മുഹമ്മദ് മുസ്തഫക്ക്. വേറെ നബിമാർക്കോ മണ്ണിന്റെ മകൻ, വേറെ നബിമാർക്കോ വെള്ളത്തിൽ നിന്ന് കിട്ടിയവൻ. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടാ? നിങ്ങൾ എന്റെ കൂടെ ഉണ്ടാ? വലിയ ആളല്ലേ മൂസ? ആണ്.
മരിച്ചിട്ട് 2000 കൊല്ലം കഴിഞ്ഞിട്ടും ഖബറിൽ നിസ്കരിച്ച ആളാണ്. ഇപ്പോഴുണ്ടാവാം. വലിയ ആളല്ലേ? ആണ്. പക്ഷേ അല്ലാഹു ആ മനുഷ്യന് കൊടുത്ത പേര് വെള്ളത്തിന് കിട്ടിയോ? എന്നാൽ അല്ലാഹു പൊട്ടിച്ചെടുത്തു അള്ളാന്റെ പേരിൽ നിന്ന് ലഹു ഈ മനുഷ്യന് ലിയുജില്ലഹു ഈ മനുഷ്യനെ മഹത്വപ്പെടുത്താൻ വേണ്ടി. ഫദുൽ അർശി മഹ്മൂദുൻ വഹദാ മുഹമ്മദു സ്വലാത്തും വതസ്ലീമും സുബ്ഹാനല്ലാഹ് മുഹമ്മദ് 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 നൽകപ്പെടേണ്ടതിനെ അറിയിക്കുന്ന മീമ മാറ്റിയാൽ ഹംദ്. ഹംദാർക്ക് ലില്ല. പിന്നെ പേരെന്താ? അഹ്മദ്. അഹ്മദിൽ മീമ മാറ്റിയാൽ അഹദ്. അഹദിൽ മീമ കയറ്റിയാൽ അഹ്മദ്. അഹദാര ഖുൽ ഹുവല്ലാഹു അഹദ്. ഒരു അഹദ് ഒരു അഹ്മദ്. പിന്നെ ഒരു അഹ്മദ് ഇല്ല. ജിബ്രീൽ അഹ്മദ് അല്ല, ഹമീദാണ്. നിങ്ങളിന്റെ കൂടെ ഉണ്ടോ? ജിബ്രീലിന് അഹ്മദ് എന്ന പേരില്ല. എന്തുണ്ട്? ഹമീദ്. നഹ്നു നുസബ്ബിഹു ബിഹംദിക. ഹമീദ അഹ്മദ് അല്ല. അഹ്മദ് ഒരു അഹ്മദ് ആരാ? അഹദിൽ ദാലിന്റെ മുമ്പ് ഹാഇന്റെയും ദാലിന്റെയും ഇടയിൽ മീമിനെ കൊണ്ട് കയറ്റി. മീമോ മീമ് കമാലിയത്ത്. മീമോ മീമ് കമാലിയത്താണ്. മീമ് കമാലിയത്താണ്. അലിഫ് ലാം മീം. മീമ് കമാലിയത്ത്. മീമ് കമാലിയത്ത്. ഭാരതീയ ദർശനങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്തോത്രം ഏതാ? ഓം. മീമിൽ അവസാനിക്കുക. പഠിക്കാനുണ്ട്. അവിടെ നിന്നിട്ട് വന്നാലോ? അലിഫ് ലാം മീം. അഹ്മദിൽ ഒരു മീമ്, മുഹമ്മദിൽ 2 മീമ്, മൊത്തത്തിൽ 3 മീമ്. മനുഷ്യന്റെ അവസ്ഥയും 3. ഒന്ന് അർവാഹ്, ഒന്ന് ദുനിയ, ഒന്ന് ആഖിറ. കഴിഞ്ഞു. 3 മീമ്. മീമിന്റെ ആൾ മുഹമ്മദ്. മീമ് മാറ്റിയാൽ അഹദ്, മീമ് കയറ്റിയാൽ അഹ്മദ്. നിങ്ങൾ ഇതിന്റെ കൂടെ ഉണ്ടാ? നിങ്ങൾ ഇവിടെ ഉണ്ടാ? നിങ്ങൾ സ്ഥലത്തുണ്ടാ? ഇതൊക്കെ എന്താ? ഇതൊക്കെ ഇനിയും പിടിക്കണം. ഫദുൽ അർശി മഹ്മൂദുൻ വഹദാ മുഹമ്മദു. നീട്ടുന്നില്ല, അവസാനിപ്പിക്കണം. ഇനി ഒരു മുഅ്മിനായ മനുഷ്യനോ, മുഅ്മിനായ മനുഷ്യൻ തന്റെ തടി അല്ലാഹുവിന് കൊടുക്കുന്നതിന് മുമ്പ് ആർക്ക് കൊടുക്കണം? മുഹമ്മദ് മുസ്തഫ. എന്റെ കൂടെ ഇല്ലേ? എന്റെ കൂടെ ഇല്ലേ? ഒരു മുഅ്മിനായ മനുഷ്യൻ തടി കൊടുക്കേണ്ടത് ആർക്കല്ല? ആദ്യമായി കൊടുക്കേണ്ടത് ആർക്കല്ല? അല്ലാഹുവിന് അല്ല. ആർക്ക് കൊടുക്കണം? മുഹമ്മദ് മുസ്തഫാക്ക് കൊടുത്താൽ മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിലേക്ക് വാസിലാക്കും. മുഹമ്മദ് മുസ്തഫയെ മാറ്റിയിട്ട് അല്ലാഹുവിലേക്ക് വാസിലായാൽ കഫറാവും. അതാണിപ്പോൾ കുഫറിന്റെ ശബ്ദം. ഒന്നുകൂടെ പറയാ. അതുകൊണ്ടാണ് അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. നഫ്സിലാരുണ്ട്? വനഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബിലിൽ വരീദ്. നിങ്ങൾ ഇതിന്റെ കൂടെ ഇല്ല. നഫ്സിൽ ഹബിലുൽ വരീദിനേക്കാൾ അടുത്ത് ആരുണ്ട്? നിങ്ങൾ ഇതിന്റെ കൂടെ ഇല്ലല്ലോ. നഫ്സിൽ ഹബിലുൽ വരീദിനേക്കാൾ അടുത്ത് ആരുണ്ട്? അല്ലാഹു ഉണ്ട്. ഏതാ സൂറത്ത്? ഖാഫ്. ഒന്ന് സ്പീഡായി പറയ്, എന്റെ കൂടെ വരി. മനസ്സിലാവില്ലേ? ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു യാത്ര പോയി. അതുകൊണ്ട് അങ്ങനെ വെള്ളം മാറിയൊക്കെ അവിടെ ഒച്ചടച്ചു പോയി. അത് കാരണം കുറച്ച് പനിയുമായി. അപ്പോൾ പിന്നെ എന്തൊക്കെ ഒരു പ്രയാസം വന്നു. അല്ലാഹു നമ്മുടെ പ്രയാസങ്ങളൊക്കെ നീക്കട്ടെ. അല്ലാഹു എല്ലാ പ്രയാസവും നീക്കട്ടെ. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? പറഞ്ഞ മനസ്സിലായില്ലേ? ചിന്തിക്ക്. ഞാൻ ഇങ്ങനെ ഒരു ഇഷാറാത്ത് തരുവാ. എന്താ ഇപ്പൊ ലാസ്റ്റ് പറഞ്ഞ? എന്താ ലാസ്റ്റ് പറഞ്ഞ? ഇവന്റെ നഫ്സിൽ എന്തുണ്ട്? ഹബിലുൽ വരീദ് ഉണ്ട്. ആ നഫ്സിലെ ഹബിലുൽ വരീദിനേക്കാൾ അടുത്ത് ആരുണ്ട്? അല്ലാഹു ഉണ്ട്. നഫ്സിനേക്കാൾ അടുത്ത് മുത്തനബിയുണ്ട്. ഓഹോ, നഫ്സിൽ ഹബിലുൽ വരീദിനേക്കാൾ അടുത്തിട്ട്, നഫ്സിനോട് ഹബിലുൽ വരീദിനേക്കാൾ അടുത്തിട്ട് അല്ലാഹുണ്ട്. നഫ്സിനേക്കാൾ അടുത്തിട്ട് നബിയുണ്ട്. അപ്പൊ ആരാ അടുത്തത്? നിങ്ങൾ ഇന്ത്യയിലെ പഠിച്ചോണ്ട്. അപ്പൊ ആരാ അടുത്ത്? നബി. എന്തുകൊണ്ട് നബി അടുത്തു? നബി സിറാത്താണ്, അല്ലാഹു ആയത്താണ്.
ഞാൻ മൂത്തേടത്തുനിന്ന് ഉച്ചക്ക് തുടങ്ങിയതാണ് സിറാത്തിൽ കയറിയത്. എന്നാൽ 5:30 ഇപ്പോൾ 7:45 5:30 ആയത്താണ്. കോഴിക്കോട് വടകര വഴി സിറാത്താണ്. ആദ്യം അടുക്കേണ്ടത് സിറാത്താണ്, പിന്നെ വായത്തിലെത്തൂ. സിറാത്ത് മാറ്റിയാൽ പിന്നെ വായത്തിലെത്താൻ ഒരു നിർവാഹമില്ല. ഫ്ലൈറ്റ് വിളിക്കേണ്ടി വരും. ഫ്ലൈറ്റിനും സിറാത്തുണ്ട് ഇല്ലേ? പറയഷ്ട എന്തുണ്ട്? നിങ്ങൾ എന്റെ കൂടെ ഇല്ല. നഫ്സിനേക്കാൾ അടുത്ത ആരുണ്ട്? നഫ്സിൽ ഹബിലുൽ വരീദിനേക്കാൾ അടുത്താരുണ്ട്? നഫ്സിൽ ഹബിലുൽ വരീദിനേക്കാൾ അടുത്താരുണ്ട്? അല്ലാഹുണ്ട്. നഫ്സിനേക്കാൾ അടുത്തോ? നബിയുണ്ട്. അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. തടി കൊടുക്കേണ്ടത് മുഹമ്മദ് മുസ്തഫ. ആയത്തിനെ ലോകത്തെ മുഫസ്സിരീങ്ങളിൽ പ്രധാനിയായ സഹീൽ ബിൻ അബ്ദില്ലാ റളിയല്ലാഹു അൻഹു പറഞ്ഞ തഫ്സീർ ഞാൻ വായിക്കാം. സഹീൽ ഒരു വാക്ക് പറഞ്ഞാൽ പിന്നെ മുഫസ്സിരീങ്ങൾ മിണ്ടൂല. അത്രയും വലിയ റജുലാണ് ആര്? സഹീൽ ബിൻ അബ്ദില്ലാ റളിയല്ലാഹു അൻഹു. നിങ്ങൾ എന്താ സഹീലിനെ വിചാരിച്ചത്? സഹീൽ ഒരു വാക്ക് പറഞ്ഞാൽ പിന്നെ അതിൽ മേലെ പറയൂല. അത്രയും വലിയ മുഫസ്സിറാണ് ആര്? അഅലമു ബിൽ-ളാഹിരി വൽ-ബാത്തിനി വബാത്തിനിൽ ബാത്തിനി. അത്രയും വലിയ ആളാ സഹീൽ. സഹീൽ ഈ ആയത്തിന് കൊടുക്കുന്ന റളിയല്ലാഹു അൻഹു ഉറക്കെ പറ. റളിയല്ലാഹു അൻഹു റളിയല്ലാഹു അൻഹു. സഹീൽ ഈ ആയത്തിന് കൊടുക്കുന്ന വ്യാഖ്യാനം ഞാൻ വായിക്കാം. ഏതാ ഈ സൂറത്ത്? അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. ഏതാ സൂറത്ത്? ഏതാ സൂറത്ത്? ഒരാൾ പറയാ ഏതാ സൂറത്ത്? ഒരാൾ പറയാ ഏതാ സൂറത്ത്? അയ്യയ്യേ, ഏതാ സൂറത്ത്? അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. ഏതാ സൂറത്ത്? അയ്യയ്യേ, ഏതാ സൂറത്ത്? അഹ്സാബ്. എത്രാമത്തെ ആയത്ത്? 7. അന്നബിയു കൂടെ അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. മുഅ്മിനീങ്ങൾക്ക് സ്വന്തം നഫ്സിനേക്കാൾ വലുത് മുഹമ്മദാണ്. മുഅ്മിനീങ്ങൾക്ക് മിൻ അൻഫുസിഹിം. മുഅ്മിനീങ്ങൾക്ക് സ്വന്തം നഫ്സിനേക്കാളും അടുത്തത്, സ്വന്തം നഫ്സിനേക്കാളും അടുത്തത് മുഹമ്മദ് മുസ്തഫയാണ്. അന്നബിയു ഔലാ. അപ്പോൾ ഒരാൾ അവന്റെ നഫ്സിനെ ഉടമയാക്കേണ്ടത് മുത്തുനബിക്കാണ്. മുത്തുനബി അള്ളാഹ്ക്ക് ഉടമയാക്കും. ഖാല സഹീൽ ബിൻ അബ്ദില്ലാ റളിയല്ലാഹു അൻഹു ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ പറയുകയാണ്. അല്ലാഹു തആല ഈ പറഞ്ഞതിന്റെ താല്പര്യം എന്താണ്? മല്ലം യറ നഫ്സഹു ഫീ മിൽക്കിർ റസൂൽ. ഒരാൾ തന്റെ ശരീരം റസൂലുള്ളാഹിന്റെ ഉടമസ്ഥതയ്ക്ക് വിട്ടുകൊടുത്തിട്ടില്ല എങ്കിൽ വലം യറ അയാൾ കണ്ടതും ഇല്ല വിലായത്ത് റസൂലി ഫീ ജമീഇ അഹ്വാലിഹി. അവന്റെ എല്ലാ അവസ്ഥയിലും അവന്റെ ഉടമക്കാരൻ നബിയാണ് എന്നവൻ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ലം യദുഖ് ഹലാവത സുന്നത്തിഹി. സുന്നത്തിന്റെ മാധുര്യം അനുഭവിക്കാൻ കഴിയുകയില്ല. ഓഹോ, അപ്പോൾ വഹാബിക്ക് സുന്നത്തിന്റെ ഹലാവത്ത് കിട്ടൂല. എന്തുകൊണ്ട്? മിസ്കിൻ എന്ന് പറഞ്ഞാൽ ഷിർക്കാണ് അവർ പറയുന്നത്. നമ്മൾ തെംലീക്ക. ആര് പറഞ്ഞു? എല്ലാ മഹാന്മാരും പറഞ്ഞു മിൽക്കാക്കി കൊടുക്കണം. ആർക്ക്? നമ്മളെ തടി നിങ്ങൾ പറയും, നമ്മളെ തടി ആർക്ക് കൊടുക്കണം? റസൂലാക്ക്. റസൂൽ അത് ആരും ഏൽപ്പിക്കും? അള്ളാഹു തൗഫീഖ് തരട്ടെ, അള്ളാഹു തൗഫീഖ് തരട്ടെ. ആയത്തിന്റെ തഫ്സീർ ഒന്നും കൂടി വായിക്കാം. മൻ ഒരാൾ ലം യറ അയാൾ കണ്ടില്ല നഫ്സഹു. ഒന്ന് അർത്ഥം വെക്കി മനുഷ്യന്മാര്. അവന്റെ നഫ്സിനെ ഫീ മിൽക്കിർ റസൂൽ. റസൂലുള്ളാഹിന്റെ ഉടമസ്ഥതയിലായി സ്വന്തം നഫ്സിനെ അയാൾ കണ്ടില്ല. വലം യറ അയാൾ കണ്ടില്ല വിലായത്ത് റസൂൽ. റസൂലുള്ളാഹിന്റെ ഉടമസ്ഥതയെ ഫീ ജമീഇ അഹ്വാലിഹി. അവന്റെ നഫ്സിന്റെ എല്ലാ അവസ്ഥയിലും അവന്റെ ഉടമക്കാരൻ ആരാണ്? നബിയാണ് എന്ന് കണ്ടില്ലെങ്കിൽ ലം യദുഖ് അയാൾ രുചിക്കുകയില്ല ഹലാവത സുന്നത്തി. റസൂലുള്ളാഹിന്റെ സുന്നത്ത് അയാൾക്ക് കിട്ടൂല. അപ്പോൾ വഹാബിക്കും തെബിലീഗുകാരനും സുന്നത്തിന്റെ ഹലാവത്ത് ഇല്ല. അല്ലെങ്കിൽ സുന്നത്തല്ലല്ലോ പ്രധാനം, സുന്നത്തിൽ മഹബ്ബത്തു റസൂലല്ലേ. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. ഞാൻ പ്രേമിയാകണം, എന്നിട്ട് എന്നോടുള്ള പ്രേമം കൊണ്ട് നിങ്ങൾ താടി വളർത്തണം, എന്നോടുള്ള പ്രേമം കൊണ്ട് തല കെട്ടണം, എന്നോടുള്ള പ്രേമം കൊണ്ട് തുണി ഉയർത്തി കൊടുക്കണം, എന്നോടുള്ള പ്രേമം കൊണ്ട് സുന്നത്ത് നിസ്കരിക്കണം, എന്നോടുള്ള പ്രേമം കൊണ്ട് നഖം മുറിക്കുമ്പോൾ മുറിക്കണം ആദ്യം, പിന്നെ അവസാനം ഇത്. മനസ്സിലായില്ലേ? എന്താ കാരണം? എന്താ കാരണം?
ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വരിവായത്ത് മിൻ നഫ്സിഹി വമാലിഹി വവലദിഹി വഅഹ്ലിഹി വന്നാസി അജ്മഈൻ. ആർക്കും അപ്പോൾ ഉടമക്കാരനാരാ? ഒന്ന് പറ, ഉടമക്കാരനാരാ? മുഹമ്മദ് മുസ്തഫ. 20ാം നൂറ്റാണ്ടിലെ സ്വാഹിബുൽ ഫൈളാണ് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നിയാസുൽ കൗലഖി റഹ്മത്തുള്ളാഹി അലൈഹി. 1960 അവർ വഫാത്താവുന്നത്. അവർ ഒരു ബൈത്ത് എഴുതിയിട്ടുണ്ട് ഈ വിഷയത്തിൽ. ഇത് മുഴുവനും റസൂലുള്ളാഹിന്റെ മദ്ഹ, വലിയ മദ്ഹ. അതിൽപ്പെട്ട ഒരു വരി, 1-2 വരി ഞാൻ വായിക്കാം. നേരെ വൈകിയോ? നേരെ വൈകിയ മാതിരി തന്നെയാ. 9:39. അപ്പൊ കൃത്യം എത്രയായി? അരമണിക്കൂർ. എന്നാലും فملكته ذاتي وروحي ونفسها وأهلي وأولادي ومن بي تمسكا ولست أرى في الكون شيئا أحبه سوى المصطفى المحمود فيك وعندك ووقت مضى في غير إنشاء مدحه وتركاره لم أعده الدهر مدركا. سبحان الله سبحان الله. ഞാൻ ഉടമയാക്കി കൊടുത്തു നബിക്ക് റാത്തി, എന്റെ റാത്തിനെ, എന്റെ റൂഹിനെയും നഫ്സിനെയും എന്റെ കുടുംബത്തെയും എന്റെ മക്കളെയും ആരൊക്കെ എന്നെ പിടിച്ചിട്ടുണ്ടോ അവരെയും എന്റെ ശിഷ്യന്മാരെയും ഒക്കെ ഞാൻ ഉടമയാക്കി കൊടുത്തു. ആർക്ക്? ഒന്നോർക്കെ പറഞ്ഞു മോനെ, ആർക്ക്? റസൂലുള്ളാഹ്. പ്രവാചകൻ എന്ന് പറയരുതട്ടാ, പ്രവാചകനല്ല, റസൂലുള്ളാഹ്. ചില ആളുകൾ പ്രവാചകൻ എന്ന് പ്രസംഗിക്കാറുണ്ട്, അത് വൃത്തികെട്ട പ്രസംഗമാണ്. പ്രവാചകൻ എന്ന് പറയാൻ പാടില്ല. പ്രവാചകനും റസൂലും വേറെയാണ്. നമുക്ക് റസൂലുള്ളാഹ്, നമുക്ക് ആരല്ല, പറ ആരല്ല, റസൂലുള്ളാഹിയാണ് മുഹമ്മദ് മുസ്തഫ. പ്രവാചകൻ എന്ന് പറയരുത്, പ്രവാചകൻ എന്ന് പറയരുത്. നമുക്കാര്? റസൂലുള്ളാഹ്. വമല്ലക്തുഹു, ഞാൻ റസൂലുള്ളാഹിക്ക് ഉടമയാക്കി കൊടുത്തു. റാത്തി, എന്റെ റാത്തിനെയും റൂഹി, എന്റെ നഫ്സിനെയും വഅഹ്ലി, അഹ്ലിനെയും വഔലാദി, എന്റെ മക്കളെയും വമൻ ബി തമസ്സക, ആരൊക്കെ എന്നെ ആശ്രയിക്കുന്നവരെയും ഞാൻ എന്നെയും റൂഹിനെയും കുട്ടികളെയും എല്ലാരെയും ആർക്ക് കൊടുത്തിട്ടുണ്ട്? മിൽക്കാക്കി, ഉടമക്കാരനാക്കി കൊടുത്തു. ആർക്ക്? അപ്പൊ ഞാനാരാ? ഉടമക്കാരനാവുമ്പോൾ ഇന്ന് കൊടുത്താൽ ഇയാൾ അടിമയാവണ്ടേ? അപ്പോൾ അബിദല്ലേ? നിങ്ങൾ എന്റെ കൂടെ ഇല്ലല്ലോ, മനസ്സിലായോ? പറഞ്ഞു. സെഹ്ലും അതന്നെയല്ലേ പറഞ്ഞത്? എവിടുന്നാടാ ഇവൻ ശിർക്ക് പഠിച്ച്? എവിടുന്നാടാ വഹാബി ശിർക്ക് പഠിച്ച്? ഈ പ്രയാസകരമായ കാലമായതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ അരമണിക്കൂർ മതി കേരളത്തിലെ വഹാബി സത്യ തകർത്താൻ. റഹ്മത്തുള്ളാഹിക്ക് ഒരു പ്രയാസകരമായ കാലമായതുകൊണ്ട് നമ്മൾ ഉണ്ടാതിരിക്കുക. ഈ ലോകം മുഴുവനും മുസ്ലിം ഉമ്മത്തിന് പേരുദോഷമുണ്ടാക്കിയത് വഹാബികളാണ്. എന്തുകൊണ്ടാണ് അവരങ്ങനെയായത്? അവർക്ക് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹത്തായ വില മനസ്സിലാക്കാൻ കഴിയില്ല, കഴിഞ്ഞില്ല, ആർക്കും മനസ്സിലാവില്ല. വില ചിന്തിക്കാൻ, വില മനസ്സിലാക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കണം. ഒരു അടുത്ത വരി, ഞാൻ കാണുന്നില്ല ഫിൽ കൗനി, ഈ പ്രപഞ്ചത്തിൽ ഷൈഅൻ ഉഹിബ്ബുഹു, പ്രേമിക്കാൻ പറ്റിയ ഒരാൾ സിവൽ മുസ്തഫ. സിവൽ മുസ്തഫ, മുസ്തഫ നബി അല്ലാതെ പ്രേമിക്കാൻ പറ്റിയ ഒരാളെ ഈ പ്രപഞ്ചത്തിൽ ഞാൻ കാണുന്നില്ല. ഇവിടെ മുത്തവല്ലി ഷറാബിയെ പറ്റി പറഞ്ഞല്ലോ. ആര്? അമീർ വൈസി. മുത്തവല്ലി ഷറാബിയുടെ ഉസ്താദിന്റെ ഉസ്താദാണ് ബഹുമാനപ്പെട്ട ഇമാം കൗലഖി തങ്ങൾ റഹ്മത്തുള്ളാഹി അലൈഹി. വലിയ സാഹിബുൽ ഫൈലായിരുന്നു അവർ. അവരുടെ ബൈത്താണ് വലസ്തു അറാ ഫിൽ കൗനി ഷൈഅൻ ഉഹിബ്ബുഹു സിവൽ മുസ്തഫൽ മഹ്മൂദി ഫീകാ വഇൻദക ഫവഖ്തുൻ, ഒരു സമയം അള്ളാഹുവിന്റെ ഹബീബിനെ മദ്ഹ് ചെയ്യാത്ത ഒരു സമയം എന്നിൽ വന്നിട്ടുണ്ടെങ്കിൽ ആ കാലത്തെ ഞാൻ കണ്ടെടുത്തു എന്ന് ഞാൻ വിചാരിക്കുകയില്ല. മനസ്സിലായില്ല? ഇതിന് ഇങ്ങോട്ട് പോന്നോളൂ. ഇതെങ്ങനെയായിരുന്നു അല്ലേ? എല്ലാവരും അത്തിപ്പറ്റ മൈദീൻകുട്ടി മുസ്ലിയാർ മജ്‌ലിസിൽ ഞാൻ കൂടിയിട്ടുണ്ട്. ഒരു വർത്താനം ഒരു സദസ്സിൽ നിന്നാൽ പറയും, നമുക്കൊരു ഹദീസ് ഓതാ. മനസ്സിലായില്ലേ? നമുക്കൊരു
ഒരാളെങ്കിലും ഒരു ഹദീസ് ഓതണം, ഒരു ഭക്ഷണം കഴിക്കണമെങ്കിൽ പോട്ടെ 4 കാരക്ക കൊണ്ടുവന്ന് വെച്ചാൽ അത് കഴിക്കണമെങ്കിൽ അലിയുൽ ഹാഷിമിയും വലിയ പണ്ഡിതനായ അലിയുൽ ഹാഷിമിയും ഉസ്താദ് ആലിക്കുട്ടി മുസ്ലിയാരും ഞാനും 4-5 വർഷം മുമ്പ് അബൂദാബിയിൽ ഒരു ഷെയ്ഖിന്റെ വിരുന്നുകാരായി. അങ്ങനെ ഭക്ഷണം ഉണ്ടാക്കി മേശപ്പുറത്ത് വെക്കാൻ വേണ്ടി സമ്മതം ചോദിക്കാൻ അലിയുൽ ഹാഷിമിയുടെ അടുത്തേക്ക് വീട്ടുകാരൻ കയറി വന്നു. അപ്പോൾ അലിയുൽ ഹാഷിമിയുണ്ട്, ഉസ്താദ് ആലിക്കുട്ടി മുസ്ലിയാരുണ്ട്, ഞാനുണ്ട്, വേറെ കുറച്ച് ആളുകളുമുണ്ട്. അപ്പോൾ അലിയുൽ ഹാഷിമി പറഞ്ഞു, ഭക്ഷണം എടുത്തു വെക്കാൻ വരട്ടെ, മുസ്തഫ റസൂലുള്ളാഹിനെ മദ്ഹ് ചെയ്യണം, അല്ലാതെ ഭക്ഷണം കഴിക്കാൻ പറ്റൂല. മൗലിദ് ഉണ്ടെങ്കിൽ കൊണ്ടുവാ. ആ വീട്ടുകാരൻ ഒരു ബർസഞ്ചി മൗലിദിന്റെ കോപ്പി കൊണ്ടുവന്നു. അപ്പോൾ ഒരു ഫാത്തിഹ ഓതിയിട്ട് ബർസഞ്ചി മൗലിദ് ഇങ്ങനെ വായിക്കാൻ തുടങ്ങി. ഒരു ഹദീസ് ഓതി, പിന്നെ ആ കിതാബ് ആലിക്കുട്ടി സ്ഥാനം കൊടുത്തു, ഇങ്ങനെ തന്നു. പിന്നെ അതിന്റെ ഒരു ദുആ ചെയ്തു, ഭക്ഷണം കഴിച്ചു. ഇറങ്ങി വരികയാണ്. ഇറങ്ങി വന്നപ്പോൾ ഞാൻ ഉസ്താദിന്റെ പിന്നാലെ കൂടി ആലിക്കുട്ടി ഉസ്താദിനോട് ഞാൻ പറഞ്ഞു, ഉസ്താദെ അലിയുൽ ഹാഷിമി വലിയ ആളല്ലേ, അവരെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കിട്ടാൻ എനിക്കൊരു കൊതി. അള്ളാഹുവിന്റെ ഹബീബിന്റെ മദ്ഹിന്റെ ഒരു കിതാബ് ഇവിടെ ഉണ്ടല്ലോ, ആ കിതാബ് എനിക്കൊന്ന് അവരെ കൈപ്പടയിൽ എഴുതി സമ്മാനമായി തരാം, നിങ്ങളൊന്ന് അപേക്ഷിക്ക്. അവന്റെ കൈ ആലിക്കുട്ടി ഉസ്താദ് പിടിച്ച് നേരെ അലിയുൽ ഹാഷിമി ഒരു കസേരയിലിരിക്കുന്നുണ്ട്, കൈയൊക്കെ തോർത്തിട്ടിരിക്കുക. അവിടേക്ക് ചെന്നു. ഇത് നമ്മുടെ നാട്ടിലൊരു കുട്ടിയാ, നമ്മളൊരു ഖാദിമ സമസ്തയുടെ മറ്റൊക്കെ ഒരു പ്രവർത്തകനാ. അപ്പോൾ നിങ്ങൾ ഈ കുട്ടിക്ക് നിങ്ങളെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കിട്ടണമെന്നുണ്ട്, ഏറെ ഇഷ്ടം ആ ബർസഞ്ചി മൗലിദ് ഒന്ന് കൊടുത്താൽ വലിയ ഇഷ്ടമാണ്. അപ്പോൾ പറഞ്ഞു, അല്ലാ അതിന് ബർസഞ്ചി മൗലിദ് എന്റേതല്ലല്ലോ, ഈ പുരക്കാരൻ്റെ അല്ലേ, ഇനി വേണമെങ്കിൽ നമുക്ക് അയാളോട് സമ്മതം ചോദിക്കാം. അങ്ങനെ വീട്ടുകാരനെ വിളിച്ചു, എന്നോട് പറഞ്ഞു, ഇതാ കേരളത്തിലെ പ്രഗത്ഭനായ ഷഹീറായ ആലിമാണ് ഇത്, അദ്ദേഹത്തിന് കൂടെ വന്ന ഒരു പ്രധാനപ്പെട്ട അവിടുത്തെ ഒരു പ്രവർത്തകനാണ് ഇത്, അദ്ദേഹത്തിന് ഈ ബർസഞ്ചി മൗലിദ് എന്റെ കൈപ്പട കൊണ്ട് എഴുതി കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ബർസഞ്ചി മൗലിദിന്റെ കോപ്പി നിങ്ങളുടേതല്ലേ, അതുകൊണ്ട് നിങ്ങളത് എനിക്ക് തന്നാൽ ഞാൻ അത് അയാൾക്ക് കൊടുക്കും. അപ്പോൾ പറഞ്ഞു, അഹിലം മസൈല ഞാൻ തന്നിട്ടുണ്ട്. വേഗം അലിയുൽ ഹാഷിമി പേനയെടുത്ത് ഇങ്ങനെ എഴുതി, മദ്ഹുൻ നബിയിൽ മുസ്തഫ, മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ മദ്ഹിന്റെ ബൈത്തുകൾ എന്നിൽ നിന്ന് സമ്മാനം ചോദിച്ച ഈ ബാല്യക്കാരന് സന്തോഷത്തോടെ ഞാനിത് സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ആ ബർസഞ്ചി മൗലിദിന്റെ കോപ്പി എനിക്ക് തന്നു. ഞാൻ നിധി പോലെ വീട്ടിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ഇപ്പോഴും എന്റെ ഏത് ലോകത്ത് കഴിഞ്ഞു പോയ ആലിമീങ്ങളുടെ സ്വഭാവം എന്താ? മഹാനായ ഇമാം കൗലഹി തങ്ങൾ പറയാ, എന്ത് ഒരു സമയം എന്നിൽ നിന്ന് കഴിഞ്ഞു പോയി, റസൂലുള്ളാഹിനെ മദ്ഹ് ചെയ്യാതെ ഒരു സമയം എനിക്ക് നഷ്ടപ്പെട്ടു പോയാൽ ആ കാലം എനിക്ക് ലഭിച്ച കാലമെന്ന് ഞാൻ വിചാരിക്കൂല, അതെനിക്ക് പറ നഷ്ടപ്പെട്ട കാലമാണെന്ന് ഞാൻ വിചാരിക്കൂ എന്ന് സാഹിബുൽ ഫൈലായ 20-ാം നൂറ്റാണ്ടിൽ ലോകം കണ്ട ഏറ്റവും വലിയ മഹാന്റെ വരികളാണിത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഇതൊന്നും അല്ല കുട്ടികളെ, പരിശുദ്ധ ഖുർആൻ മുഴുവനും മുഹമ്മദ് മുസ്തഫയാണ്, ഫാത്തിഹ മുഴുവനും മുഹമ്മദ് മുസ്തഫയാണ്, അൽ ബഖറ മുഴുവനും മുഹമ്മദ് മുസ്തഫയാണ്, എല്ലാം മുഹമ്മദ് മുസ്തഫയാണ്. അലിഫ് ലാം മീം അതിന്റെ സിർ മുഹമ്മദ് മുസ്തഫയാണ്, ഖുർആന്റെ സിർ മുഹമ്മദ് മുസ്തഫയാണ്, കൗനിന്റെ സിർ മുഹമ്മദ് മുസ്തഫയാണ്, എല്ലാം മുഹമ്മദ് മുസ്തഫയാണ്. ആരെല്ലാം മുഹമ്മദ് മുസ്തഫയിൽ ചേർന്നോ അവന് രക്ഷപ്പെടാൻ കഴിയും. വമാ അർസൽനാക ഇല്ലാ, ഈ ആയത്തിന് ഒറ്റ വാക്ക് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ ആയത്തിന്റെ ഒരു വ്യാഖ്യാനം ഒരു മഹാൻ എഴുതിയത്, ഫഅൻത ബാബുല്ലാഹിൽ വഹീദ്, അങ്ങ് മാത്രം അല്ലാഹുവിലേക്കുള്ള ഒരേ ഒരു വാതിലാണ്. അപ്പോൾ ഇദാ മൻ സഅലനി, ഒരാൾ ചോദിച്ചാൽ ഫസൈറുൽ അംബിയ, അപ്പോൾ വേറെ നബിമാരുണ്ടാ ഇല്ലേ എന്നൊരാൾ എന്നോട് ചോദിച്ചാൽ ഫഅഖൂൽ ലഹും, ഞാൻ അവരോട് പറയും, ഫഹും അബ്വാബുൻ ഇലൻ നബിയിൽ മുസ്തഫ, അവരെല്ലാം റസൂലുള്ളാഹിയിലേക്കുള്ള റസൂലുള്ളാഹിയിലേക്കുള്ള വാതിലാണ്, അല്ലാഹുവിലേക്കുള്ള വാതിൽ മുസ്തഫ. വമാ അർസൽനാക ഇല്ലാ, റഹ്മത്തെല്ലാം അങ്ങാണ്. ആദം നബി ഉണ്ടായത് റഹ്മത്താണ്, പക്ഷേ ബി മുഹമ്മദ്. എന്തുകൊണ്ട്? അള്ളാഹുവിന്റെ ഒരേ ഒരു റഹ്മത്ത് മുഹമ്മദ് മുസ്തഫ. നിങ്ങൾ എന്റെ കൂടെ ഇല്ല. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ, ഐ റഹ്മത്തൻ ആമിലത്തൻ ശാമിലത്തൻ ആമത്തൻ ശാമിലത്തൻ. ആദം നബി ഉണ്ടായത് ആദം നബിക്ക് റഹ്മത്തല്ലേ? ആണോ? അല്ലേ? റഹ്മത്തിന്റെ കവാടം. വമാ അർസൽനാക ഇല്ലാ, മുഹമ്മദ് ഉള്ളത് കൊണ്ട് ആദം ഉണ്ടായതാണ്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് ഉള്ളത് കൊണ്ട് ഷീസ് ഉണ്ടായതാണ്. മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉള്ളത് കൊണ്ട് ഇദ്രീസ് ഉണ്ടായതാണ്.
ഇദ്രീസ് അലൈഹി സ്വലാത്തു വസ്സലാം വലിയ പണ്ഡിതന, ദർസിൽ നിന്നാണ് ഇദ്രീസ് ഉണ്ടായത്. ആ റഹ്മത്ത് അവർക്ക് കിട്ടിയത് കാരണം മുഹമ്മദ് മുസ്തഫയാണ്. നൂഹ് നബി ഉണ്ടായത് മുഹമ്മദ് മുസ്തഫ കാരണമാണ്. നൂഹ് നബി കപ്പലിൽ കയറിയത് മുഹമ്മദ് മുസ്തഫ കാരണമാണ്. നൂഹ് നബി രക്ഷപ്പെട്ടത് മുഹമ്മദ് മുസ്തഫ കാരണമാണ്. ഇബ്രാഹിം ഉണ്ടായത് മുഹമ്മദ് മുസ്തഫ കാരണമാണ്. ഇബ്രാഹിം അഗ്നികുണ്ഡത്തിൽ രക്ഷപ്പെട്ടത് മുഹമ്മദ് കാരണമാണ്. മൂസാ നബി വെള്ളത്തെ അടിച്ചത് മുഹമ്മദ് കാരണമാണ്. ആർക്കെങ്കിലും ധൈര്യം ഉണ്ടെങ്കിൽ വരി, കാലനക്കാതെ ഖുർആൻ കൊണ്ട് റഹ്മത്തുള്ളാഹി സ്ഥാപിക്കും ഇൻഷാ അല്ലാഹ്. ഞാൻ വെറുതെ പറയാനില്ല, ഇതൊന്നും ഫഖറല്ല. ഹബീബ റസൂലുള്ളാഹിന്റെ ഫഖറാൻ മുഹമ്മദ് മുസ്തഫ. പ്രവാചകൻ എന്ന് പോലും പറഞ്ഞു പോകരുത്, കുരുത്തക്കേട് സംഭവിക്കും. ആ കുരുത്തക്കേട് പിന്നെ നഷ്ടപ്പെടുത്തും. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. അല്ലാഹുവിന്റെ ഹബീബ് ആരാണെന്ന് അറിയൂല. ഫീമാ നികൽ അനാമു അങ്ങയുടെ പൊരുൾ അന്വേഷിച്ചിറങ്ങിയവരെല്ലാം പരിഭ്രമിച്ച് പിന്മാറി. അലിയാരോട്, അലി ബിൻ അബി ത്വാലിബിനോട് ജൂതൻ പറഞ്ഞു, മുഹമ്മദ്, മുഹമ്മദിനെ പറ്റി പറഞ്ഞതാ ആരാം? സയ്യിദുനാ അലി, ആലിമു അസ്ഹാബി റസൂലില്ലാഹ്. സ്വഹാബത്തിലെ ഏറ്റവും വലിയ പണ്ഡിതനായിരുന്നു ആര്? മഹാനായ സയ്യിദുനാ അലിയുൽ മുർത്തദ. അന മദീനത്തുൽ ഇൽമി വ അലിയുൻ ബാബുഹാ. ഈ ഹദീസ് ഹസനാണെന്ന് ബഹുമാനപ്പെട്ട ഹാഫിദ് ഇബ്നു ഹജർ പറഞ്ഞിട്ടുണ്ട്. ഞാൻ വെറുതെ ഒന്നും പറയണ്ട. ഇതൊക്കെ പറയണെന്നറിയോ? ഷിയാക്കൾ ഹദീസാൻ പറയാൻ വേണ്ടി കുറച്ച് ആളുകൾ അവിടെ ഇരിക്കുന്നുണ്ട്. നമുക്ക് പിന്നെ ബേജാറില്ല. പള്ളിയിൽ പണിയിട്ടില്ലെങ്കിലും റബ്ബർ വെട്ടാൻ അറിയും, നെല്ലുണ്ടാക്കാനും അറിയും. അതുകൊണ്ട് റഹ്മത്തുള്ളാഹി ഖാസിമിയെ പറ്റി ഇതുവരെ ഷിയ എന്ന് പറയുന്നവർക്കും ഇനി ഷിയ എന്ന് പറയുന്നവർക്കും സ്വാഗതം. എന്തുകൊണ്ട്? അതുകൊണ്ടൊന്നും എൻ്റെ ഈ വിഷയം അവസാനിക്കുന്ന ആരും വിചാരിക്കണ്ട. ഇവരൊക്കെ മൂക്ക് കുത്തി തുളച്ചിട്ടല്ലാതെ എൻ്റെ പരിപാടി അവസാനിക്കും എന്ന് വിചാരിക്കണ്ട. ലോകം കണ്ട ക്രൂരനായ കൊള്ളക്കാരനാണ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ്. ക്രൂരനായ കൊള്ളക്കാരൻ. അയാൾ ഒരു മുസ്ലിം നേതാവ് പോയിട്ട് നവോത്ഥാന നായകനോ? മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് കള്ളൻ, കൊള്ളക്കാരൻ, ക്രൂരനായ കൊള്ളക്കാരൻ. മുസ്തഫ നബിയെ അബ്തറാക്കാൻ ശ്രമിച്ച ചരിത്രം കണ്ട തമ്മാടി. എത്ര അഹ്ലു ബൈത്തിനെയാണ് വഹാബികൾ കൊന്നത്. എന്ത് വിചാരിച്ച്? എന്നിട്ട് അവരെ ബഹുമാനിക്ക്. വേറെ ആളെ നോക്കണം. എൻ്റെ വാപ്പാന്റെ പേര് ഹംസാനാ. ഹംസാന്റെ നുത്തുഫത്താണ് ഞാൻ. ഹംസ എന്ന് പറഞ്ഞവർക്കൊക്കെ ഒരു ചൂടാ. എന്റെ ബാപ്പാന്റെ നുത്തുഫത്ത് ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ വന്നപ്പോ തന്നെ ചൂടാ. പിന്നെ ആ ചൂട് അവസാനിക്കുന്നില്ല. ലായസാല് ചൂടൻ. ഇക്കള്ളനായ വഹാബി പറയണ 1000 തെളിവ് ഞാൻ പറയും. വലു വഹദി, എനിക്കൊരാളും വേണ്ടതില്ല. ആരുണ്ടായത്? ജ്യൂസിൽ പ്രശ്നം ഉണ്ടാക്കിയപ്പോ. ഇനിയും വന്നോട്ടെ. ഇനി ഒരു 10,000 പ്രശ്നക്കാർ വന്നാലും എന്റെ യൗവനം ബാക്കിയാണ്. വേടികണ്ട. ഈ ഭൂമിയിൽ മുസ്ലിം ലോകത്തെ ഇങ്ങനെ ഒരു ചതിച്ച കള്ളൻ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനെ പോലെ ഇല്ല. വഹാബികളുടെ ബാപ്പ ക്രൂരനായ കൊള്ളക്കാരനാണടാ. നേതാവോ? തമ്മാടി, എങ്ങനെയാ ഒരു ക്രൂരനായ കൊള്ളക്കാരൻ നേതാവുക? അയാളല്ലേ മുസ്ലിം സമുദായത്തിന് ടെററിസം എന്ന പേര് കയറ്റിയത്? എത്ര ഉലമായിനെയാ കൊന്നത്? എത്ര സയ്യിദന്മാരെയാ കൊന്നത്? സയ്യിദന്മാരെ കൊല്ലുന്നവർ ആരാ? അബ്തർ. ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. ചരിത്രത്തിൽ യസീദ് ഒരു അബ്തർ, മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ഒരു അബ്തർ. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ട് സുന്നിയാണെങ്കിൽ സുന്നിയാവുക. യാ യഹ്യ ഖുദിൽ കിതാബ ബിഖുവ. സുന്നിയാവുകയാണെങ്കിൽ സുന്നിയാവുക. സൂജാമുക്കളി വേണ്ട. സൂജാമുക്കളിയായ മുത്തുനബിയാണ് പോവും. മുത്തുനബിയാണ് പോയാൽ അള്ളാനെ കിട്ടൂല. അള്ളാനെ പിടിക്കാൻ നടക്കുക കുറച്ച് ആളുകൾ. അവസാനം പറയാ ഞാൻ ഗഫൂറാണ്. ഖുർആൻ മാത്രമേ സ്വീകരിക്കൂ. ഇവിടെ അവസാനം പറയാ ഞാൻ ഗഫൂറാണ്, ഞാൻ മുസ്ലിം അല്ല. ഒരു പേടിയില്ല പറയാൻ. ഞാൻ ഗഫൂറാൻ, ഞാൻ മുസ്ലിം അല്ല. എന്താ തെളിവ്? ഖുർആനെ സ്വീകരിക്കുള്ളൂ, വേറൊന്നും സ്വീകരിക്കൂല. എന്റെ എവിടുന്നാടാ നിനക്ക് അള്ളാനെ കിട്ടിയത്? മുത്ത് റസൂൽ അല്ലെങ്കിൽ മുഹമ്മദ് മുസ്തഫ? പുണ്യ മുഹമ്മദ് മുസ്തഫ, പുണ്യ മുഹമ്മദ് മുസ്തഫ. ഇന്ന ബൈതൻ അൻത സാകിനുഹു. ഹബീബായ റസൂലുള്ളാഹ് ഇവിടെ താമസിച്ചാൽ ലൈസ മുഹ്താജൻ. ഇവിടെ വിളക്ക് വേണ്ട. എന്തുകൊണ്ട് വേണ്ട? എന്തു തെളിവ് പറയും? എന്തുകൊണ്ട് വേണ്ട? ഇതാണ് വീട്. ഇതാണ് ദാറുല്ലാഹ്. ദാറുല്ലാഹ് അല്ലാഹുവിന്റെ വീട്. ഖൽബുൽ മുഅ്മിന. ഇന്ന ബൈതൻ, വീട്ടിൽ റസൂൽ താമസിച്ചാൽ പിന്നെ അവിടെ വിളക്ക് വേണ്ട. എന്തുകൊണ്ട്? എന്തുകൊണ്ട്? ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറാ വദാഇയൻ ഇലല്ലാഹി ബിഇദ്നി. ഓർക്കെ
സിറാജ്, ഇവിടെ സിറാജ് വാർത്ത, ഇനി വേറെന്തിനാ മെഴുകുതിരി? നേരം വൈകിയതുകൊണ്ട് അനിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.